ഹായ് ഗൈസ്, ഞാൻ മുഹമ്മദ് ഇനിയാസ്. ഞാൻ ഇന്ന് ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ പോകുന്നതാണ്. എന്താണ് പൈത്തനെ കുറിച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ പോകുന്നതാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് മെഷീൻ ലേണിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അത് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കാണുക. ഞാനിപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എൻ്റെ സ്ഥലം തലശ്ശേരി, കണ്ണൂർ തലശ്ശേരി പെരിങ്ങത്തൂരിലാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ BSc ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി NM കോളേജിൽ വെച്ചിട്ടാണ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിക്കുന്നത് ഇന്റേണായിട്ട് പ്രോട്ടോടൈപ്പിലാണ്. എൻ്റെ ഡൊമൈൻ ഡാറ്റാ സയൻസ്. ഞാൻ അതുപോലെ തന്നെ പൈത്തൺ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാസ്ക്യൂഎൽ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതം, അതുപോലെ തന്നെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സും അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡാറ്റ സയൻസിലേക്ക് കടന്നതിന് ശേഷം സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്പൈ, അതുപോലെ തന്നെ പാണ്ടാസ്, അതുപോലത്തെ മൊഡ്യൂൾസ് ആണ് ഇപ്പോൾ കറൻറ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ് us go. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൈത്തൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസും അതുപോലെ തന്നെ പൈത്തൻ്റെ കുറച്ച് ഫീച്ചേഴ്സും പ്രോബ്ലംസും, പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ കമ്പനീസാണ് പൈത്തൺ യൂസ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. ചെറിയൊരു സമയത്തിനുള്ളിൽ ചെയ്യാം. ഇന്ന് പൈത്തൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ അതായത് ഗെയിം ഡെവലപ്മെൻറ്റിലായാലും അതുപോലെ തന്നെ വെബ് ആപ്ലിക്കേഷനിലായാലും അതുപോലെ തന്നെ ഡാറ്റാ സയൻസിലായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും സൈബർ സെക്യൂരിറ്റിയിലായാലും ഇതിലൊക്കെ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൻ്റെ കോഡാണ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൈത്തൺ പഠിച്ചാൽ ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലൊക്കെ ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൈത്തൺ പഠിച്ചാൽ നിങ്ങൾക്ക് ജോബ് കിട്ടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ അതുപോലെ തന്നെ AI ടൂൾസിലൊക്കെ പൈത്തൻ്റെ ലൈബ്രറീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക്സ് ആയിട്ട് പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ എനിക്ക് വരാൻ പോകുന്ന കാലത്തിലൊക്കെ AI അറിയുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ജോബ് AI കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈത്തൺ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പൈത്തൺ ഏതൊക്കെ കമ്പനീസ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. അതായത് നമ്മളെ ഗൂഗിൾ എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഡെവോപ്സ്, ഇൻസ്റ്റഗ്രാം, ഊബർ, ChatGPT-4, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് പൈത്തൺ കൊണ്ടാണ്. അപ്പോൾ പൈത്തൻ്റെ വലിയൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്കൊരു ജോബ് വലിയൊരു കമ്പനീസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ ജോബ് കിട്ടാൻ വളരെ സാധ്യതയാണ്. മറ്റ് ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, എന്നാൽ പൈത്തൺ ആണ് കൂടുതലും MNC കമ്പനീസ് ആയാലും ഒക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ പൈത്തൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡൻസ് ആയാലും പഠിക്കാൻ വളരെ സിമ്പിളാണ്. പൈത്തൺ പഠിക്കാൻ C++ ആയാലും അതുപോലെ തന്നെ ജാവ ആയാലും കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് പഠിക്കാൻ. പൈത്തൺ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. അതിൻ്റെ സിൻറ്റാക്സും അതുപോലെ തന്നെ പൈത്തൺ സിൻറ്റാക്സ് ഒക്കെ മനസ്സിലാക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ ഇപ്പോൾ ഡെവലപ്പറിനെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ പൈത്തൺ കോഡ് ചെയ്യുമ്പോൾ കുറച്ച് കോഡേ ചെയ്യേണ്ടൂ. മറ്റേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ അപേക്ഷിച്ചിട്ട് ജാവയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ C++ ഒക്കെ ചെയ്യുമ്പോൾ കുറേ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമുണ്ട്. Node.js ആയാലും എന്തൊക്കെ ചെയ്താലും കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ കമ്പനീസും പിന്നെ അതുപോലെ തന്നെ പ്രിഫർ ചെയ്യുന്നത് മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് എല്ലാ വലിയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നത് ഡെവലപ്പേഴ്സിന് ഈസി കുറഞ്ഞ കോഡ് ചെയ്യുമ്പോഴാണ് ഈസി ഉണ്ടാവുക. അതുപോലെ തന്നെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ലൈബ്രറീസും പൈത്തണിലാണുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാ ലൈബ്രറീസും ഡാറ്റാ സയൻസിൻ്റെ എല്ലാ ലൈബ്രറീസും പൈത്തണിലാണ് ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പൈത്തൺ പഠിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു ജോബ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൈത്തണിൽ കുറച്ച് ഒരു പ്രോബ്ലംസും ഉണ്ട്. ഓക്കെ, ഈ പ്രോബ്ലം എന്ന് വെച്ചാൽ പൈത്തൺ വളരെ സ്ലോ ആണ്. മറ്റു ലാംഗ്വേജസിനെ അപേക്ഷിച്ച് വളരെ സ്ലോ ആണ്. അതായത് പൈത്തൺ C++ ആയാലും ജാവ ആയാലും അതിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ അത് എക്സിക്യൂഷൻ ചെയ്യും. ഈ പൈത്തൺ ഡേയ്സിന് വളരെ സ്ലോ ആണ്. അതുകൊണ്ട് തന്നെ ചില കമ്പനീസൊക്കെ
പൈത്തന് പകരം മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൈത്തൻ്റെ വേറൊരു ഡിസഡ്വാൻറ്റേജസ് ആണ് എന്ത് പൈത്തൺ സി പ്ലസ് അതുപോലെ തന്നെ ഗോലങ് അതൊക്കെ വളരെ കുറഞ്ഞ മെമ്മറിയെ എടുക്കുന്നുള്ളൂ പൈത്തനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ പൈത്തൻ്റെ ഒരു പ്രോബ്ലമാണത്, മെമ്മറി യൂസേജ്. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ പൈത്തണിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്ലോ ആയിരിക്കും മറ്റേതിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ പൈത്തണിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസും ചെറിയൊരു പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ പൈത്തൺ വെബ് ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ പൈത്തൺ ജാങ്കോ ബെസ്റ്റാണ്. പൈത്തൺ ജാങ്കോ അതുപോലെ തന്നെ പൈത്തണിലെ ഫ്ലാസ്ക് അതൊക്കെ പൈത്തൻ്റെ വെബ് ആപ്ലിക്കേഷൻ്റെ ഫ്രെയിം വർക്കാണ്. അതൊക്കെ നിങ്ങൾക്ക് വെബ് ആപ്ലിക്കേഷനിലെ ഫോക്കസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ, വെബ് ഡെവലപ്മെൻറ്റിലെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജാങ്കോ ഫ്ലാസ്ക് ഒക്കെ വളരെ ബെസ്റ്റാണ്. അതുപോലെ തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഡെവലപ്പർ ആണെന്നുണ്ടെങ്കിൽ പൈത്തൺ ഒരു ഡാറ്റ സയൻസോ എയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ പൈത്തൺ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇനി ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട ടെക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വീഡിയോസ് കാണുന്നതിൻ്റെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അമർത്തുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അമർത്തുക. ഇനി എന്തെങ്കിലും എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് പറയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.